റാസ്ബെറി പൈ. ഈ ഒരു റാസ്ബെറി പൈ വളരെ ചെറിയ ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ഈ ഒരു മൈക്രോ കമ്പ്യൂട്ടറിൽ നമുക്ക് റോബോട്ടിക്സോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി മ്യൂസിക് പ്ലെയറോ പ്രോജക്റ്റ്, കുട്ടികളുടെ പ്രോജക്റ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടറാണ്. നമുക്ക് ചെറിയൊരു ഡെസ്ക്ടോപ്പായിട്ട് ഒരു മോണിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാം. വീട്ടിലൊരു കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ റാസ്ബെറി പൈ. പക്ഷെ നമ്മൾ ഇവിടെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഒരു മ്യൂസിക് പരമായിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ പരമായിട്ട് നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി മ്യൂസിക് പ്ലെയർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു 50,000 രൂപ മുടക്കിയിട്ട് നമ്മളൊരു ഡാക്ക് വാങ്ങുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന അതേ ക്വാളിറ്റി നമുക്കൊരു 12,000 13,000 രൂപയ്ക്കകത്തുള്ള ഒരു രീതിയിൽ നമുക്ക് ഒരു മ്യൂസിക് പ്ലെയർ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ നല്ലതല്ലേ? അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഐറ്റമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതാണ് ആ സാധനം. റാസ്ബെറി പൈ വെച്ച് നിർമ്മിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്, ഡാക്ക് പ്ലെയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞൻ സാധനം ATM കാർഡിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സാധനം. സത്യത്തിൽ ഇത് ATM കാർഡിൻ്റെ അതേ സെയിം സൈസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേ വലിപ്പത്തിലുള്ള ഈ കുഞ്ഞ് കമ്പ്യൂട്ടർ വച്ചിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാക്ക് പ്ലെയറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഡാക്ക് പ്ലെയർ നിർമ്മിച്ചിരിക്കുന്നത് റാസ്ബെറി പൈ 4 വെച്ചിട്ടാണ്, വേർഷൻ 4 വെച്ചിട്ടാണ്. ഇപ്പം വേർഷൻ 5 ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മളിവിടെ ഒരു IPS DSI ഫുള്ള് ടച്ച് ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടിൽ ഇതാണ് ആ ഒരു IPS DSI ടച്ച് ഡിസ്പ്ലേ. അപ്പം നമ്മുടെ റാസ്ബെറി പൈയിൽ DSI എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഈ കാണുന്ന പോർട്ടാണ് DSI ഇൻ്റർഫേസ്. ഈ പോർട്ടിൽ നമ്മൾ സ്ട്രിപ്പ് വഴി കണക്ഷൻ എടുത്തതിന് ശേഷം റാസ്ബെറിയുടെ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഓളിമിയോ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു മെമ്മറി കാർഡിനകത്ത് ഓളിമിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ആ ഡൗൺലോഡ് ചെയ്ത ഓളിമിയോ റാസ്ബെറി പൈയുടെ ബാക്ക് സൈഡിലൊരു പോർട്ടുണ്ട്, ഇത് മെമ്മറി പോർട്ട്. ഈ ഒരു മെമ്മറി പോർട്ടിലേക്ക് ഇട്ടതിന് ശേഷം റാസ്ബെറി ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിനകത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ടച്ച് ഡിസ്പ്ലേയുടെ പ്ലഗിൻ വരുന്നുണ്ട്. പല പ്ലഗിൻ അതിനകത്തുണ്ട്. പല രീതിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റാസ്ബെറി പൈയിൽ നിന്ന് ഈ DSI പോർട്ട്, ഈ കാണുന്ന DSI പോർട്ട് വഴി നമുക്ക് ഡിസ്പ്ലേ വഴി നമുക്ക് ഈ ഒരു റാസ്ബെറിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലാസ് A ആംപ്ലിഫയർ ആണ്. ഇത് ഞാൻ തന്നെ ചെയ്തൊരു ക്ലാസ് A ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് A ആംപ്ലിഫയർ 10 വാട്ട് JLHൻ്റെ 10 വാട്ട് ആംപ്ലിഫയർ ആണ്. അപ്പം 10 വാട്ട്സ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ആംപ്ലിഫയറിന് കഴിയും. അപ്പം ഈ ഒരു 10 വാട്ട്സ് നമുക്ക് കേൾക്കുമ്പം 10 വാട്ട്സ് ആയിട്ട് തോന്നത്തില്ല. ഒരു 50 വാട്ട്സിൻ്റെ പവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ചെറിയൊരു ആംപ്ലിഫയർ ആണ്. അതായത് ഇതിൻ്റെ ബോർഡ് വളരെ ചെറുതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോഡൽ, നോർമൽ ഒരു 1000 രൂപയുടെ മോഡലും ഒക്കെ വെച്ചിട്ട് ബാസ് ട്രബിളൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ഒരു രീതിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ബാസ് ട്രബിൾ അങ്ങനത്തെ BT ബോർഡ് യൂസ് ഒന്നും ഇല്ല. അവർ നോർമലി ഒരു ആംപ്ലിഫയറിലേക്ക് ഒരു ഹൈ ക്വാളിറ്റി ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയറിലേക്ക് ഇതുപോലത്തെ ഡാക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡാക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഡാക്ക് കണക്ട് ചെയ്ത ഫോണോ അല്ലെങ്കിൽ ഡാക്ക് വെച്ചിട്ടുള്ളൊരു ഹൈ ക്വാളിറ്റി സ്ട്രീമറോ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഡയറക്റ്റ് ആംപ്ലിഫയറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് മ്യൂസിക്കാണ് അവർ ആസ്വദിക്കുന്നത്. അവർക്ക് അതാണ് കുറച്ച് ഓഡിയോ ഫയൽസ് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ഉള്ള രീതി ഇതുപോലെയാണ്. അവർ ഡെയിലി ആംപ്ലിഫയറുകളും ഇതുപോലത്തെ ഡാക്കുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അവർക്ക് എത്ര കേട്ടാലും മതിയാവത്തില്ല. അതിൻ്റെ ക്വാളിറ്റി അത് എത്ര കേട്ടാലും അവർക്ക് മതിയാവത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും അവരുടെ ആംപ്ലിഫയറുകൾ അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡാക്കിൽ നിന്നുള്ള ഔട്ട് നേരെ ആംപ്ലിഫയറിലേക്കാണ് പോകുന്നത്. ഇടയ്ക്ക് ബാസ് ട്രബിൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളും യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളൊരു റാസ്ബെറി പൈ എങ്ങനെയാണ് ഹൈ ക്വാളിറ്റിയിൽ പാട്ടിനെ
നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഡാക്ക് ഫിറ്റ് ചെയ്യും. നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ റോബോ ഡോട്ട് ഇനിലോ അല്ലെങ്കിൽ അതുപോലത്തെ സൈറ്റുകളിൽ ഇതുപോലത്തെ റാസ്ബെറി പൈയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല വിലയ്ക്കുള്ള ഡാക്കുകളുണ്ട്. ഒരു 2000 രൂപ മുതൽ അല്ലെങ്കിൽ 1500 രൂപ മുതൽ ഒരു 1,00,000 രൂപ വരെയൊക്കെ വില വരുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ വില വരുന്ന പല രീതിയിലുള്ള ഡാക്കുകളുണ്ട്. അല്ലോബോസ് ഡാക്കുണ്ട്, നമ്മുടെ ഐക്യു ഓഡിയോ ഡാക്കുണ്ട്, ഐക്യു ഓഡിയോ ഡാക്ക് പ്രോ ഉണ്ട്, ഐക്യു ഓഡിയോ ഡാക്ക് ആംപ്ലിഫയർ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഡാക്കുണ്ട്. അപ്പോൾ അതുപോലത്തെയൊക്കെ ഡാക്കുകൾ വാങ്ങിച്ചിട്ട് ഈ കാണുന്ന 40 പിന്ന്, ഇത് 40 പിന്നുകളാണ്. അപ്പോൾ ഈ 40 പിന്നിലേക്ക് ആ ഒരു ഡാക്കിനെ നമ്മൾ ഫിറ്റ് ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത്. I2C എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ I2C എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വഴി നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്തെടുക്കുന്ന 24 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റിൻ്റെ 60 ബിറ്റിൻ്റെ ആ ഒരു ഹൈ ക്വാളിറ്റി മ്യൂസിക്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് FM റേഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്പോട്ടിഫൈ, യൂട്യൂബ് അതുപോലുള്ള മാധ്യമങ്ങളിൽ നിന്നും എടുക്കുന്ന ഹൈ ക്വാളിറ്റിയിലുള്ള സ്ട്രീം ചെയ്ത് വരുന്ന മ്യൂസിക്കിനെ നമുക്ക് ഈ ഒരു ഇപ്പോൾ നമുക്കിവിടെ അനലോഗായിട്ട് കിട്ടും. ഇതിൽ ഒരു ചെറിയൊരു ഡാക്ക് ഉണ്ട്. ആ ഡാക്ക് നമുക്ക് ഇതിലേക്കൂടെ അനലോഗായിട്ട് കിട്ടും എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഡാക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് RC സോക്കറ്റ് വഴി ബാലൻസ്ഡ് ആയിട്ടുള്ള, അതിൽ തന്നെ ഹെഡ്ഫോൺ ഉണ്ട്. ഹെഡ്ഫോണിൻ്റെ ഔട്ട് കുറച്ച് വോളിയം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഗെയിൻ കൂടുതലായിരിക്കും. ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഓഡിയോ സിഗ്നലിനെ നമ്മൾ അനലോഗ് സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ രീതിയിൽ വരുന്ന ആ ഒരു സിഗ്നലിനെ നമ്മൾ സ്റ്റീരിയോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സ്റ്റീരിയോ മീൻസ് അനലോഗ് സ്റ്റീരിയോ സിഗ്നലാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ പവർ ആമ്പിലേക്ക് കൊടുക്കുന്ന രീതിയാണ് ഈ റാസ്ബെറി വഴി ചെയ്യുന്നത്. അപ്പം നമുക്ക് നോർമലി USB മോഡ്യൂളിലൊക്കെ ഉള്ളതുപോലെ തന്നെ എങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അവിടെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നാട്ടിൽ കിട്ടുന്ന 1500, 1200 രൂപ വിലയുള്ള മോഡ്യൂളുകളിൽ നമുക്ക് ഒരു 16 ബിറ്റ് അല്ലെങ്കിൽ 14 ബിറ്റ് വരെയൊക്കെയുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും എന്നുണ്ടെങ്കിലും അതിൻ്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 100 മടങ്ങ് ഓഡിയോയ്ക്ക് ക്വാളിറ്റിയുടെ വ്യത്യാസം ഈ ഒരു റാസ്ബെറി പൈ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 50,000 60,000 രൂപ വരെയെങ്കിലും വിലയുള്ള ഒരു ഡാക്ക് പ്ലെയർ നമ്മൾ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുക്കുന്ന സ്റ്റീരിയോ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അനലോഗ് ഔട്ട്പുട്ടിനെ ഞാൻ ഇതുപോലത്തെ ഒരു RC സോക്കറ്റ് വഴി നേരെ എടുത്തിട്ട് നമ്മുടെ JLH പവർ ആമ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഓഡിയോ ഇൻപുട്ടായിട്ട് സ്റ്റീരിയോയിലെ 2 RC കണക്ടറുണ്ട്. ആ RC കണക്ടർ ഡയറക്റ്റ് കൊടുത്തേക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പ്രീ ആമ്പോ അല്ലെങ്കിൽ ഒരു ബാസ് ട്രബിളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ആ ഒരു സിഗ്നലിനെ ഡയറക്റ്റ് കൊടുത്തിട്ടാണ് പാട്ട് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ബാസ് ട്രബിളോ മിഡോ ഒന്നും കൺട്രോൾ ആവുന്നില്ല. ഡയറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അങ്ങ് പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റാസ്ബെറി പൈയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിവ് കുറവാണ്. അറിയാവുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ മധു കണ്ണൻ സാറൊക്കെ ഉണ്ട്, പിന്നെ ആനന്ദേട്ടനുണ്ട്, ത്യാഗരാജൻ സാറുണ്ട്, മഹേഷ് ബാബു ചേട്ടനുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. റാസ്ബെറി പൈ വെച്ചിട്ട് ഡാക്ക് പ്ലെയർ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള. ഇപ്പോൾ റാസ്ബെറി പൈ വെച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പല പല പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് +2 വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഇത് വെച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പ്രോജക്റ്റ്, LED ബ്ലിങ്കിങ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ചെറിയ റോബോട്ടിക് പോലത്തുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അതുപോലെ തന്നെയാണ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് ഇങ്ങനൊരു സാധ്യത, ഒരു ഹൈ ക്വാളിറ്റി മ്യൂസിക് പ്ലെയറിൻ്റെ ഒരു സാധ്യത നമുക്ക് ഇവിടെ പലർക്കും അറിയത്തില്ല. അപ്പം അത് കൂടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇപ്പം ചെയ്തിട്ടുള്ളത്. ഈ ഒരു റാസ്ബെറി പൈയിൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് ഡയറക്റ്റ് വയേർഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ വഴി ഈ ഒരു റാസ്ബെറി പൈയെ നമുക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഉള്ള മ്യൂസിക്കുകൾ യൂട്യൂബിനകത്ത്, സ്പോട്ടിഫൈക്കകത്ത് അല്ലെങ്കിൽ ഓൺലൈൻ റേഡിയോസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ റേഡിയോസ് എല്ലാം പല ഭാഷയിലുള്ള, നമ്മുടെ വേൾഡ് വൈഡിൽ പല ഭാഷകൾ, മലയാളം ഉൾപ്പെടെയുള്ള പല ഭാഷകളിലുള്ള റേഡിയോ ഹൈ ക്വാളിറ്റി 24 ബിറ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ഓഡിയോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് വീട്ടിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂസിക് പ്ലെയറുകൾ, ഇംഗ്ലീഷ് പാട്ടുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലുള്ള പാട്ടുകൾ നമുക്ക് ഈ ഒരു റാസ്ബെറി വച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ പാട്ട് കേൾക്കാൻ പറ്റും
ക്വാളിറ്റിക്ക് ഒട്ടും തന്നെ കുറവില്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഡോൾബി DTS അതുപോലത്തെ ഉള്ള ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. ആ ഒരു ഡോൾബി DTS ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സിനിമ കാണാനാണെങ്കിൽ ഓക്കെ, നമുക്കൊരു ഡോൾബി DTS ഉപയോഗിച്ചിട്ട് കാര്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ നല്ലൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നല്ലൊരു സ്റ്റീരിയോ ആംപ്ലിഫയറിൽ കേൾക്കുന്ന സുഖം ഒരു ഡോൾബി ഡിജിറ്റലിന് കിട്ടാൻ പോകുന്നില്ല. സിനിമ കാണുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള ആ കാര്യം നമുക്ക് ആ സൗണ്ട് സെപ്പറേഷൻ വളരെ പക്കയായിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു റാസ്ബെറി വെച്ചിട്ട് ഒരു സ്റ്റീരിയോ പ്ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പാട്ട് കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആൾക്കാരെല്ലാം ഈ റാസ്ബെറി പൈയുടെ പുറകിലേക്ക് പോകുന്നത്. ഈ ഒരു മെറ്റൽ ക്യാബിനറ്റ് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഒരു ഡെമോ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയിലേക്ക് കൊടുത്തപ്പോൾ പുള്ളി എനിക്കിത് കറക്റ്റായിട്ട് ചെയ്ത് തന്നതാണ്. ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ഒരു മെറ്റൽ ക്യാബിനറ്റാണ്. അതിലേക്ക് ഹൈ ക്വാളിറ്റി പൗഡർ കോട്ടഡ് പെയിൻറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഉൾവശം കാണാം. അപ്പോൾ ഇതൊരു കർവ്ഡ് ഷേപ്പിലായിട്ടുള്ള, കറക്റ്റ് സ്ക്വയർ ആണെങ്കിലും അതിൻ്റെ എഡ്ജ് എല്ലാം കർവ്ഡ് ആയിട്ടാണ് ഈ ഒരു പ്ലെയറിൻ്റെ വശങ്ങളെല്ലാം കർവ്ഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. മാക്സിമം ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഡാക്ക് പ്ലെയറാണ്. ഈ ഒരു ഡാക്ക് പ്ലെയർ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അരുൺ എന്ന് പറയും. അരുൺ ചേട്ടന് വേണ്ടി, കൊല്ലത്തുള്ള ചേട്ടനാണ്, ആ ചേട്ടന് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ ഏകദേശം ഒരു ചിലവ് 13,000 രൂപയോളം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കിട്ടുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കേൾപ്പിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഡിസ്പ്ലേ ടച്ച് ഡിസ്പ്ലേയിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോണിലാണ് അതിൻ്റെ ഒരു ഓഡിയോ ചെക്ക് ചെയ്തത്. അതിൻ്റെ പാട്ട് കേട്ടത് റെക്കോർഡ് ചെയ്തത് ഫോണിലാണ്. അപ്പോൾ അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വഴി കണ്ട് തിട്ടപ്പെടുത്താം അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസൈഡ് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് അരുൺ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു നല്ലൊരു ഡാക്ക് പ്ലെയർ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് എത്ര രൂപയായാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കോൺസെപ്റ്റ് പുള്ളിയെ പറഞ്ഞു. നമുക്ക് പുള്ളിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു മെറ്റൽ ക്യാബിനറ്റ് ചെയ്തെടുത്തതാണ്. ഒരു മെറ്റൽ ക്യാബിനറ്റിനകത്ത് സത്യം പറഞ്ഞതിനകത്ത് നമ്മൾ കുറച്ച് സ്പേസ് വളരെ കൂടുതൽ വിട്ടിട്ടുണ്ട്. ഇത്രയും സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ ഇതിനകത്തൊരു പവർ ആംപ്ലിഫയർ എല്ലാം 3886-ൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഹൈ ക്വാളിറ്റി ആംപ്ലിഫയർ ചെയ്ത് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ട്രാൻസ്ഫോമറും കുറച്ച് ആംപ്ലിഫയറിൻ്റെ ബോർഡുകളും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് സ്പേസ് വിട്ടേക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഈ ഇതാണ് ഡാക്ക്. ഈ കാണുന്ന സാധനമാണ് നമ്മൾ ഡാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഡാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ I2C എന്ന് പറയുന്ന ഇൻ്റർഫേസ് വഴി നമ്മൾ റാസ്ബെറിയിൽ നിന്ന് വരുന്ന ഈ 40 പിന്ന്, ഈ കാണുന്ന 40 പിന്നുകളിൽ കൂടി നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഡിജിറ്റൽ ഔട്ട്പുട്ട് വരികയും ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെ ഈ ഒരു ഇവിടെ ഒരു ഡാക്ക് വെച്ചിട്ട്, ഈ കാണുന്നതാണ് എൻ്റെ ഡാക്ക്, ഈ കാണുന്ന ചിപ്പാണ് എൻ്റെ ഡാക്ക്. ആ ഒരു ടെക്സാസ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ചിപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചിപ്പ് വെച്ചിട്ട് നമ്മൾ ഓഡിയോയെ ഹൈ ക്വാളിറ്റി അനലോഗ് സ്റ്റീരിയോ ഔട്ട്പുട്ടാക്കി മാറ്റിയാണ് ചെയ്യുന്നത് 24 ബിറ്റിലേക്ക്. അതായത് ഞാനിപ്പോൾ എങ്ങനെ പറയാം, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നു. ആ വീട്ടിൽ കട്ടി കൂട്ടി പെയിൻ്റ് അടിച്ചാലും ചുവപ്പ് കളർ തന്നെ വരും, കട്ടി കുറച്ച് പെയിൻ്റ് അടിച്ചാലും ചുവപ്പ് കളർ തന്നെ വരും. ചുവപ്പ് കളറുള്ള പെയിൻറ്റ് പല വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1 ലിറ്ററിന് 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ 1 ലിറ്ററിന് 5000 രൂപയ്ക്കും വാങ്ങിക്കാൻ കിട്ടും. ആ വ്യത്യാസമാണ് വരുന്നത്. നമ്മൾ 350 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന USB പ്ലെയറിനകത്ത് നമുക്ക് MP3 തന്നെയാണ് വരുന്നത്. MP3 അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും. എന്നാൽ നമുക്ക് 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ചും കൂടെ ഫ്ലാക്കോ വേവോ പോലത്തെ ഫയൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്ലാക്ക് വേവ് ഫയൽ, ഇപ്പോൾ നമുക്ക് ബാക്കിൽ പെൻഡ്രൈവ് ഞാൻ കാണിക്കാം, ബാക്കിൽ പെൻഡ്രൈവ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കൊടുക്കുന്ന ഫ്ലാക്കോ വേവോ പോലുള്ള ഫയലിനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപ ക്വാളിറ്റിയുള്ള പെയിൻറ്റ്, 1000 രൂപ വിലയുള്ള പെയിൻ്റ് ഉണ്ട്, 400 രൂപയ്ക്ക് പെയിൻ്റ് ഉണ്ട്, 50 രൂപയ്ക്കും പെയിൻ്റ് ഉണ്ട്. എല്ലാം ചുവപ്പ് കളർ തന്നെയാണ്. ആ വ്യത്യാസമുണ്ട്. 5000 രൂപയ്ക്ക് കിട്ടുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിൽ കിട്ടുന്ന ആ ഒരു ഫ്ലാക്ക് വേവ് അല്ലെങ്കിൽ MP3 ആയാൽ പോലും പ്ലേ ചെയ്യുന്ന ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റാസ്ബെറിയുടെ ബാക്കിൽ ഇതാണ് 4 പെൻഡ്രൈവിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ നമ്മുടെ ആ ഒരു റാസ്ബെറിയുടെ ബാക്കിൽ 4 പോർട്ടുകളുണ്ട്. നമുക്ക് അതുവഴി പെൻഡ്രൈവ് കൊടുത്ത് പാട്ട് പ്ലേ ചെയ്യിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാനിപ്പോൾ പാട്ട് പ്ലേ ചെയ്യിച്ചത്.
അതിനകത്ത് ഫ്ലാക്ക് വേവ് എല്ലാം നമുക്ക് AAC എല്ലാം നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ആപ്പിളിൻ്റെ ഐപോഡിലൊക്കെ AAC ആണ് വരുന്നത്. അതുപോലെ നമുക്ക് അതിലും ഈ ഒരു റാസ്ബെറിയിലും നമുക്കത് ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചെറിയൊരു പെൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെൻ ഡ്രൈവ് വഴിയാണ് നമ്മൾ പാട്ട് കേട്ടത്. ഇവിടെ ഇൻ്റർനെറ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ പെൻ ഡ്രൈവ് കൊടുത്തിട്ട് നമുക്ക് 4 പെൻ ഡ്രൈവുകൾ കൊടുക്കാൻ പറ്റും. അതിൽ 2 ഹൈ സ്പീഡിലുള്ള പെൻ ഡ്രൈവാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോർട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കത് അങ്ങനെ കൊടുക്കും. ഞാൻ ഇത് നോർമലി സാധാരണ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നോർമലി സാധാരണ മലയാളത്തിൽ സാധാരണ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം സാധാരണപ്പെട്ട നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ പ്രായം ചെന്ന ഒരു 60-70 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ബാക്കിലത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഒരു AC സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു എയർ വെൻ്റാണ്. അതിനകത്ത് ചെറിയൊരു ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു 5 വോൾട്ടിൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ തൊട്ട് താഴെ റാസ്ബെറിക്കുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പവർ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബനാന സോക്കറ്റ് വയ്ക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ കാണുന്നത് പോലെ ബനാന സോക്കറ്റുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഡ്രില്ല് വെച്ച് ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ബനാന സോക്കറ്റ് പുറത്തേക്ക് എടുത്ത് പവർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന RC സോക്കറ്റാണ്. ഈ RC സോക്കറ്റ് വഴി നമുക്ക് ഈ റാസ്ബെറി എന്നുള്ള ഔട്ട്പുട്ട് എടുത്ത് നേരെ നമ്മുടെ പവർ ആമ്പിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് വേവ് ഷെയറിൻ്റെ DSI LCD IPS ഡിസ്പ്ലേ ആണ്. ഫുൾ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഡിസ്പ്ലേക്ക് ഏകദേശം 3250 രൂപയോ 3500-നകത്തുള്ളൊരു വില വരുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേ ആണ് ഞാൻ 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ക്യാമറ DSI ക്യാമറ സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പ് വഴി ഞാനത് റാസ്ബെറിയിലേക്ക് കണക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ വിലയൊന്നുമില്ല. പിന്നെ ഈ കാണുന്നൊരു ചെറിയ ഫാനാണ്, ഒരു കൂളിംഗ് ഫാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റാസ്ബെറി വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് ടൈപ്പ് C. ഇത് റാസ്ബെറി പൈ 4 ആണ്. ടൈപ്പ് C വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ചാർജർ റാസ്ബെറി തന്നെ ഒരു ചാർജർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ റാസ്ബെറിയുടെ ഒരു ചാർജർ വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ MIയുടെ ഫോണുണ്ട്, ആ ഫോണിൻ്റെ 3 ആംപിയർ ചാർജർ വാങ്ങിക്കാൻ കിട്ടും. ആ ചാർജർ വാങ്ങിച്ചിട്ട് പവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ഒട്ടും തന്നെ ഇല്ലാതാക്കാൻ പറ്റും നമുക്ക്. അപ്പം ആ ഒരു 5 വോൾട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഫാനും 5 വോൾട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് നല്ല പാട്ട് കേൾക്കാൻ, നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കാൻ ആദ്യം വേണ്ട നല്ല സ്പീക്കറാണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം വിലയുള്ള നല്ല സ്പീക്കർ വാങ്ങി വയ്ക്കുക. ഇപ്പം പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ്, അധികം ക്യാഷൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ OEM സ്പീക്കർ ഈ ഓഡിയുടെ അല്ലെങ്കിൽ ഫോക്സ് വാഗൻ അല്ലെങ്കിൽ മാരുതി അതുപോലത്തെ കമ്പനിയിൽ നമുക്ക് അവരുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. 600-700 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്പീക്കർ കിട്ടും. ഈ സ്പീക്കർ നല്ല ഉഗ്രൻ ക്വാളിറ്റിയാണ്. നമുക്ക് നോർമലി ലോക്കലി കടയിലൊക്കെ വാങ്ങുന്ന സിപ്പ് പോലെയുള്ള സ്പീക്കറിനെയും കാട്ടി എന്തുകൊണ്ടും നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് ഈ ഒരു സ്പീക്കർ. അപ്പോൾ ഇതിൽ ബാസും ട്രബിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ട്യൂട്ടറൊന്നും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലത്തെ സ്പീക്കർ വാങ്ങിയിട്ട് പൈസ കുറഞ്ഞ, ഇപ്പോൾ എന്നെ പോലെ പൈസ കുറഞ്ഞ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ സ്പീക്കർ വാങ്ങിയിട്ട് ഇതുപോലത്തെ പൈപ്പ്. ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കയറിയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ സ്പീക്കർ ചെയ്തതിൻ്റെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു JLHൻ്റെ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തൊരു JLH ആംപ്ലിഫയർ ആണ്. ഈ ഒരു JLH ആംപ്ലിഫയറിൻ്റെ വീഡിയോയും ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇതിനകത്ത് മെറ്റൽ ക്യാൻ ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള. CDLൻ്റെ 2N3055ൻ്റെ മെറ്റൽ ക്യാൻ ട്രാൻസിസ്റ്റർ 4 ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് A ആംപ്ലിഫയറാണ്. നല്ല ഇപ്പം തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു ആംപ്ലിഫയർ തന്നെയാണ് JLHൻ്റെ ഈ ഒരു 10 വാട്ട് ക്ലാസ് A ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത റാസ്ബെറിയിലേക്ക് വീണ്ടും പോകാം. ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്നെ സമീപിക്കാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടി ഒരു 12,000-13,000 രൂപ വരെ വില വരുന്നുണ്ട്. അത് നമ്മളാദ്യം അറിഞ്ഞിട്ട് വേണം വരാൻ. കാര്യം ഇതിനകത്ത് നമുക്ക് വില ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റാസ്ബെറിക്ക് നല്ല വില വരുന്നുണ്ട്, ഡാക്കിന് നല്ല വില വരുന്നുണ്ട്, ഡിസ്പ്ലേക്ക് നല്ല വില വരുന്നുണ്ട്, ക്യാബിനറ്റിന് ഏകദേശം 2,000 രൂപയ്ക്കകത്തോളം വിലയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പൈസയുടെ കേസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പൈസയുടെ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
കാര്യം എന്ന് വെച്ചാൽ ഇതിനെല്ലാം നല്ല വിലയുണ്ട്. റാസ്ബെറിക്ക് നിങ്ങൾക്ക് റാസ്ബെറി 5 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 6000 രൂപ എന്തോ വില വരുന്നുണ്ട് റാസ്ബെറി പൈ 5-ന്. അപ്പം നിങ്ങൾക്ക് അതാണ് ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്ന ആൾക്കാർ റാസ്ബെറി പൈ 5 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു JLHൻ്റെ ആംപ്ലിഫയറിന് ഏകദേശം ചെയ്യാൻ വേണ്ടി ഒരു 14,000 15,000 വില വരും. 2 ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ പവർ സപ്ലൈ, ബാക്കിയുള്ള ഹീറ്റ് സിങ്കുകളെല്ലാം ഏകദേശം 3 കിലോ ഹീറ്റ് സിങ്ക് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കാണുന്ന എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ രീതി ചെയ്തെടുത്തതാണ്. നമുക്ക് ഹീറ്റ് സിങ്ക് വെച്ചിട്ട് നോർമലി നമുക്കിത് ഈ കാണുന്ന ക്യാബിനറ്റ് പോലത്തെ ഒരു ക്യാബിനറ്റ് ചെയ്തിട്ട് നമുക്ക് 2 സൈഡ് 2 ഹീറ്റ് സിങ്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 12,000 13,000 വരെ ഏകദേശം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 15,000 വരെയൊക്കെ അതിനകത്തുള്ളൊരു റേഞ്ചിൽ പ്രൈസ് വരും. അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെയൊക്കെ അളവ് കൂടുന്നതിനനുസരിച്ച് അതുപോലെ പ്രൈസ് വരുന്നതാണ്. പിന്നെ വരുന്ന ഈ ഒരു ഡാക്കാണ്. ഡാക്ക് നല്ല ഗെയിൻ തള്ളുന്ന രീതിയിലുള്ള നല്ല ഗെയിൻ ഔട്ട്പുട്ടുള്ള ഒരു ഡാക്കാണ്. ഒരു ഡാക്ക് വെച്ച് നമ്മൾ ഒരു പ്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീആംപ്, ഇതുപോലത്തെ പ്രീആംപ് ചെയ്തിട്ട് നമ്മളൊരു പവർ ആംപിലേക്ക് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് കൺട്രോൾ ഉണ്ട്. ആ ഒരു സൗണ്ട് കൺട്രോൾ പതറാത്ത രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് വയ്ക്കണം. കാര്യം ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു പല ആംപ്ലിഫയറിലും കൊടുത്ത് പാട്ട് കേൾക്കാനുള്ള രീതിയിലാണ് അവർ ആ ഡാക്കിനെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഒരു പവറിനനുസരിച്ച്, ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കേൾക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രോഷൻ, പിന്നീട് ആ ഒരു സിഗ്നൽ ഡിസ്ട്രോഷനായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് ഇതിനകത്ത് ഇപ്പോൾ ഇയർഫോൺ ഔട്ടുണ്ട്. ആ ഒരു ഇയർഫോണിനകത്ത് പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. ഈ ഒരു സാധനം നമ്മൾ നോർമലി ഒരു 5.1 ഒരു 2.1 ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് വെച്ചിട്ട് ബാസൊക്കെ കൂട്ടി പാട്ട് കേൾക്കുന്ന രീതിയിൽ പാട്ട് കേൾക്കാനുള്ള ഒരു സാധനമല്ല ഫ്രണ്ട്സ് ഈ ഒരു സാധനം. നമുക്കൊരു സമാധാനപരമായിട്ട് ഇരുന്ന് നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല രീതിയിലുള്ള പാട്ട് സമാധാനമായിട്ട് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി പ്ലെയറുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയർ വച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അടിച്ചുപൊളി പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സമാധാനപരമായിട്ട് കുറച്ച് പഴയ പാട്ടൊക്കെയോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം, അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നത് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. അങ്ങനെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗെയ്സ്, ഇതാണ് നമ്മളൊരു ഡാക്ക് പ്ലെയർ. അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു പൗഡർ കോട്ടിങ്ങിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു ക്യാബിനറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലൊരു ബ്രാൻഡ് ആംപ്ലിഫയർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ എനിക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല. വരും വീഡിയോകളിൽ ഞാൻ സ്റ്റുഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഔട്ട് സൈഡിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡാക്ക് പ്ലെയറിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. ബ്ലാക്കിലാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം റെഡ് ആൻഡ് ബ്ലാക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റെഡ് പെയിൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വൈറ്റിലേക്ക് മാറിയത്. ഇവിടെ പുഷ് സ്വിച്ച്, ഇത് ഓൺ ചെയ്യുന്നൊരു പുഷ് സ്വിച്ചാണ്. വേറെ ഒരു കൺട്രോളും ഇതിനകത്ത് വരുന്നില്ല. വോളിയം കൺട്രോൾ നമ്മുടെ റാസ്ബെറി ടച്ച് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ വൈഫൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു വൈഫൈ ഉപയോഗിച്ചതിന് ശേഷം ഈ റാസ്ബെറിയെയും അതേ വൈഫൈയിൽ ഫോണിനെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാസ്ബെറി ആ ഒരു ഓളിമി ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നമുക്കിത് ഫുൾ കൺട്രോൾ ചെയ്യാം. വയർലെസ് ആയിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് ആ ഒരു ബാക്ക് സൈഡ്. ഈ ഒരു പ്ലെയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ്. ഇവിടെ ഒരു AC സോക്കറ്റ്, ഇവിടെ RC സോക്കറ്റ്, ഇവിടെ റാസ്ബെറി പൈ, പിന്നെ ഒരു എയർ വെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഗെയ്സ്, ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ. ഇത്രയും മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഏകദേശം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാക്ക് പ്ലെയറിൻ്റെ വർക്കും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ഈ ഒരു ഡാക്ക് പ്ലെയർ ഞാൻ ഇന്ന് തന്നെ ഇതിൻ്റെ ഓണറിന് കൊടുക്കുന്നതാണ്. പുള്ളിക്കാരൻ ഇന്ന് വരും, ഈ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തത്. ഞാനിപ്പോൾ മലയാളത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വീഡിയോ ചെയ്യുന്നതിനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഒരു റാസ്ബെറി പൈയുടെ വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നടക്കത്തില്ല. പെട്ടെന്ന് ഇത് എനിക്ക് ഇന്ന് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇംഗ്ലീഷിലേക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാര്യം വേൾഡ് വൈഡ് റേഞ്ചിലേക്ക് ഈ ഒരു സാധനം കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല. അടുത്ത് ഇനിയും ഒരു റാസ്ബെറി പൈയുടെ 2-3 വർക്കോളം കിടപ്പുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇന്ന് എൻ്റെ ഒരു വർക്ക് വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.